നമസ്കാരം. കഴിഞ്ഞ 10 വർഷം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് പിണറായി വിജയൻ്റെ സുരക്ഷയെക്കുറിച്ച്. പിണറായി വിജയൻ പോകുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യും, മുഖ്യമന്ത്രി പോകുന്ന ഘട്ടത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്യും, അവിടെ സിഗ്നലുകളിൽ ആളുകൾ കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹം പോകുന്ന വഴിയുടെ ചുറ്റും ആളുകൾ റോഡിൻ്റെ സൈഡിലൊക്കെ കാത്തിരിക്കേണ്ടി വരും. ഇതൊരു വസ്തുതയായിരുന്നു. ഇപ്പോൾ തലസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അവിടെ PMGയിലും മ്യൂസിയത്തിലും നന്തൻകൂടും ഒക്കെ മുഖ്യമന്ത്രി പോകുന്ന ഘട്ടത്തിൽ ഇനി തലസ്ഥാനത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ആ സിഗ്നലുകളിൽ ആ വഴികളിലൊക്കെ നമുക്ക് ഒരു 10-15 മിനിറ്റ് നിൽക്കേണ്ടി വരും. പിന്നെ പ്രധാനമന്ത്രി ഒന്നും വരുമ്പോൾ പിന്നെ പറയണ്ട, ഒരു ദിവസം ഫുള്ള് ദുരിതമായിരിക്കും. ഗവർണർ പോകുമ്പം അതിൻ്റെ ഇരട്ടി ദുരിതമായിരിക്കും. ഇതൊരു സാധാരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എന്നാൽ VD സർക്കാർ വന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ വന്ന ഘട്ടത്തിൽ വീണ്ടും ആ പഴയ കാലം ഓർമ്മിച്ചു. മാധ്യമങ്ങൾ നിരന്തരം 10 വർഷം വാർത്തയാക്കിയ കാര്യം, ഈ ദുരിതകാലത്തെക്കുറിച്ചുള്ള കാര്യം, പിണറായി വിജയൻ്റെ ഈ ഏകാധിപത്യത്തിൻ്റെ കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. VD സതീശൻ പറഞ്ഞു, ഞാനിതൊക്കെ വിട്ടിട്ടുള്ള പരിപാടിയാണ് എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും പോലെ മൂപ്പര് ഉൾട്ടയടിച്ചു. അന്ന് പറഞ്ഞത് അന്നാണ്, ഇന്ന് പറഞ്ഞത് ഇന്നാണ്, ഇന്ന് ചെയ്യുന്നതാണ് സത്യം എന്ന പ്രഖ്യാപനത്തിലേക്ക് വന്നു. തലകുത്തി നിൽക്കുന്ന എല്ലാ തീരുമാനങ്ങളും പോലെ തന്നെ അന്ന് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുക എന്നുള്ള നിലയിലേക്കാണ് മൂപ്പര് പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ VIP സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സമകാലിക അന്തരീക്ഷം എന്താണെന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. തലസ്ഥാനത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ വഴിയിൽ ബ്ലോക്കിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് അറിയാം, ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലും പലതവണ പെട്ടിട്ടുണ്ട്. അത് PMGയിലും മ്യൂസിയത്തിലും നന്തൻകൂടും ഒക്കെ പെട്ടിട്ടുണ്ട്. എന്തിനാ? മുഖ്യമന്ത്രി പോകാനാണ്. ഗവർണർ പോകാനും പ്രധാനമന്ത്രി പോകാനൊക്കെ വേറെ പെടും. ഇത് മുഖ്യമന്ത്രി പോകാൻ വേണ്ടിയിട്ടുള്ള പെടലാണ്. അപ്പോഴാണ് പലരും ആലോചിച്ചത്, ഇതൊന്നും പക്ഷേ വാർത്തയൊന്നും വരുന്നില്ലല്ലോ, എന്താണ് പരിപാടി? VD മീഡിയ സമ്പൂർണ്ണമായി ഈ മട്ടിലേക്ക് മാറിയോ എന്ന് വിചാരിച്ചത്. പക്ഷേ നിരന്തരമായി ഇത് വരുമ്പം ആളുകൾ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന പോലെ ആംബുലൻസും കാറുകളും 10-14 എത്ര എണ്ണം ഉണ്ടല്ലോ, 14 Z കാറ്റഗറി സുരക്ഷയുടെ കാറുകളൊക്കെ വെച്ചിട്ട് പല ഘട്ടങ്ങളിൽ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലാണ് പ്രതിഷേധം, വീര്യം കുറഞ്ഞ മധ്യത്തിലെ പ്രതിഷേധമൊക്കെ വരുമ്പോൾ. അത് സാധാരണയാണ്. Z കാറ്റഗറി വരുമ്പോൾ പ്രതിഷേധമൊക്കെ വരുമ്പോൾ വലിയ സുരക്ഷാ സംവിധാനത്തിലായിരിക്കും VIP അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പോവുക എന്ന് നമുക്കറിയാം. പക്ഷേ എന്നാലും അങ്ങനെയല്ലല്ലോ. VD സർക്കാരല്ലേ, VD സതീശനല്ലേ, മൂപ്പരങ്ങനെ വിട്ടു പോകുന്ന ആളല്ലല്ലോ. പക്ഷേ അതിനനുസരിച്ചുള്ള വാർത്തകളൊന്നും കാണുന്നില്ലല്ലോ വെച്ചപ്പോഴാണ് ഇന്ന് വിചിത്രമായൊരു വാർത്ത മനോരമ പത്രത്തിൽ കണ്ടത്. അതായത് ഇതുപോലെ പോകുന്ന ഘട്ടങ്ങളിൽ എങ്ങനെയാണോ നമ്മൾ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയിരുന്നത്, ആ ഘട്ടത്തിൽ മനോരമ ഒരു വല്ലാത്ത സന്ത്രാസത്തിൽ അകപ്പെട്ടു. അവർ റിപ്പോർട്ട് ചെയ്യുന്നത്, സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ചിരിച്ചു മരിക്കും. ഞാൻ ആ വാർത്ത അതുപോലെ വായിക്കാം. നിങ്ങളുടെ മനസ്സിലെ ധാർമ്മിക ബോധത്തിനനുസരിച്ച് ആ വാർത്തയെ സ്വീകരിക്കുക. മുഖ്യമന്ത്രിക്കായി വഴിതടയൽ തുടരുന്നു. കേട്ടില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, VD സതീശനായി വഴിതടയൽ തുടരുന്നു. താക്കീതുമായി പോലീസ് ഉന്നതർ. പോലീസ് ഉന്നത ആരാ? VD സതീശനെ താക്കീത് ചെയ്യണോ? എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ വായിച്ചു. MR ഹരികുമാർ ആത്മാർത്ഥതയോടെ റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചി എന്നാണ് കേട്ടോ. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേരിൽ നാട്ടുകാരെ വഴിയിൽ തടഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശക്തമായ താക്കീതുമായി പോലീസ് ഉന്നതർ. കേട്ടാ, മുഖ്യമന്ത്രിയല്ല, അത് വഴി തടഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്ക്, അത് ആരമ്മ ഇങ്ങനെ വഴി തടഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന അവർക്കെതിരെയാണ് താക്കീത്. ഈ പ്രവണത കർക്കശനമായി നിയന്ത്രിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഓഫീസ് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും ചില ഉദ്യോഗസ്ഥർ ഇടതു ഭരണകാലത്തെ പോലെ മുഖ്യമന്ത്രിക്കായി വഴി തടയുന്നത് തുടരുകയാണെന്ന് കണ്ടെത്തിയതോടെയാണ് ഇടപെടൽ. അതായത് മുഖ്യമന്ത്രി VD സതീശൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര സെക്യൂരിറ്റി, പിന്നെ വഴിയിൽ ആളുകളെ തടഞ്ഞ് വഴിയിൽ ബ്ലോക്ക് ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടേ പോകുന്ന റൂട്ട് മുഴുവൻ ക്ലീൻ ആക്കി വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇമ്മാതിരി പരിപാടി നടത്തുമ്പം അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇടത് സർക്കാരിൻ്റെ പ്രതിനിധികളാണ് ഇപ്പോൾ സർക്കാരിൽ ഇരിക്കുന്നതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ നിന്ന് എയർപോർട്ടിലേക്ക് മുഖ്യമന്ത്രി യാത്ര ചെയ്യവേ പോലീസ് അനാവശ്യമായി റൂട്ട് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി പോകുമ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട് ഇവർ, Z കാറ്റഗറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ VD സതീശൻ പോകുമ്പോൾ ഇത് ആദ്യത്തെ ഒന്നുമല്ല, ഈ കുറേ ദിവസമായിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പോകുന്ന റൂട്ടിൽ കംപ്ലീറ്റ് വേറെ വണ്ടികളൊന്നും റൂട്ടിലേക്ക് വരില്ല. അങ്ങനെ ഒറ്റടി ഷൂ എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോകാനാണ്. അത് മുഖ്യമന്ത്രിയുടെ യാത്രക്കൊക്കെ വലിയ സമയത്തിൻ്റെ വിലയൊക്കെ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടിലാവുമ്പോൾ ഉണ്ടാവുന്ന രോഷമാണ് വാർത്തകളായിട്ടൊക്കെ വരിക. പക്ഷേ VD സതീശനായതുകൊണ്ട് അത് സതീശൻ അറിഞ്ഞിട്ടല്ല, പിണറായി ആകുമ്പോൾ പിണറായി അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. VD സതീശനാകുമ്പോൾ അങ്ങനെയല്ല എന്നാണ് മനോരമ പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം എയർപോർട്ടിലേക്ക് പോകുമ്പോൾ റോട്ടിൽ മുഴുവൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ആണ് വാർത്തക്ക് ആധാരമായി പറയുന്നത്. ഇത് ഒഴിവാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വയർലെസ് മുഖേന കർശന നിർദ്ദേശം നൽകേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പൊതുജനത്തെ അനാവശ്യമായി വഴി തടയുന്നു എന്ന പരാതി ഉണ്ടാകരുതെന്നും ആർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ മാത്രം ഒരുക്കിയാൽ മതി എന്നുമായിരുന്നു കമ്മീഷണറുടെ വയർലെസ് സന്ദേശം. ഇടതാഭിമുഖ്യമുള്ള ചില ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും റോഡുകൾ അടച്ചിട്ടും ജനത്തെ വലയ്ക്കുന്നതെന്ന ആരോപണം ശക്തമാണ്.
അതായത് മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊക്കെ ഏർപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഇടതു സംഘടന പ്രവർത്തകരാണ്, അല്ല എന്താ ഇടതു ആഭിമുഖ്യമുള്ള ചില ഉദ്യോഗസ്ഥരാണ്. എന്തിനാ? മുഖ്യമന്ത്രിയുടെ ഇമേജ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് മനോരമ കണ്ടെത്തിയത്. ആരോപണം ശക്തമാണത്രേ. തൻ്റെ വാഹന വ്യൂഹത്തിൽ എസ്കോർട്ടും പൈലറ്റും മാത്രം മതിയെന്ന് സതീശൻ ചുമതലയേറ്റതിന് പിന്നാലെ DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷം മൂപ്പര് പോകുന്ന വിഷ്വലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മൂപ്പര് കാറിൻ്റെ പിന്നാലെ പോകുന്ന കാറുകളൊക്കെ. എന്തായാലും മൂപ്പര് കർശനമായ നിർദ്ദേശം കൊടുത്തിരുന്നു. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും കയ്യടി നേടാനുമുള്ള നിർദ്ദേശം മാത്രമായിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് അനാവശ്യ നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ ഗൂഢലക്ഷ്യമെന്നാണെന്ന് വിവരം. അതായത് സതീശൻ അങ്ങനെ നിർദ്ദേശം കൊടുത്തത് പൊളിക്കാൻ വേണ്ടിയിട്ട് പോലീസിൽ ചില ഇടത് ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥർ ഭയങ്കര സുരക്ഷ ഏർപ്പെടുത്തിയിട്ട് അത് ഭയങ്കര വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് പറയുന്നത്. ആശാസ്യമല്ലാത്ത ഈ പ്രവണതയെപ്പറ്റി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും ഉൾപ്പെടെ വിവരം നൽകിയിരുന്നു. ഇതോടെയാണ് ശക്തമായ ഇടപെടൽ ഉണ്ടായതെന്നാണ് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഭയങ്കരമായ സെക്യൂരിറ്റി കൊടുത്തിട്ട് അയാളുടെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായി ഇടത് ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇമാതിരി പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള നീക്കം ഇഷ്ടമല്ല. അതുകൊണ്ട് മൂപ്പർക്ക് ഇമാതിരി സെക്യൂരിറ്റി ഒന്നും ഏർപ്പെടുത്താൻ പാടില്ല. മൂപ്പർ റോട്ടിലേ പോകുമ്പം ഈ പരിപാടി വേണ്ട എന്ന് മൂപ്പർക്ക് നിർദ്ദേശം മൂപ്പർ നൽകിയിട്ടും പോലീസ് അങ്ങനെ കൊടുക്കുകയാണ്. എന്ത് ചെയ്യാം പാവ മുഖ്യമന്ത്രി എന്നാണ് മനോരമയുടെ ഈ വാർത്ത. തലക്കെട്ട് കേൾക്കുമ്പോൾ നമുക്ക് മുഖ്യമന്ത്രിക്കായി വഴിതടയിൽ തുടരുന്നു, താക്കീതുമായി പോലീസ് ഉന്നതർ. അതായത് മുഖ്യമന്ത്രി ഇങ്ങനെ പോകുമ്പം വഴി തടയുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല എന്ന് പൊതുവേദിയിൽ പറഞ്ഞതിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിന രക്ഷാപ്രവർത്തനമാണ് ഈ വാർത്തയിലൂടെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി ചെയ്തത് മാതിരിയുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുട്ടനാട് അവധി കൊടുക്കണം വള്ളം കളിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദ്യം ഉന്നയിച്ച കുട്ടനാട് MLA റെജി ചെറിയാനോട് മൂപ്പര് മറുപടി പറഞ്ഞു ഇതൊക്കെ നമ്മൾ പരിഗണിക്കാം. എന്നിട്ട് മൂപ്പര് ഇരുന്നിട്ട് പറഞ്ഞു ഒരിക്കലും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പിടിക്കപ്പെട്ടതോടെ ഒടുവിൽ കുഞ്ഞാലിക്കുട്ടി രക്ഷാപ്രവർത്തനമായിട്ട് വന്നു. അത് എന്നോട് പറഞ്ഞാണ്, വേറെ കാര്യത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞാണ് എന്നുള്ള രക്ഷാപ്രവർത്തനമായി പറഞ്ഞു. ഇത് കേൾക്കുന്ന ആളൊക്കെ അത്രക്കൊക്കെ മണ്ടന്മാരാണോ എന്നാണോ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്? 102 സീറ്റ് കിട്ടിയതൊക്കെ ശരി തന്നെ, പക്ഷേ ഇമാതിരി പരിപാടികൾ അത് എവിടെ നിന്ന് തുടങ്ങുകയാണ്? നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതിൻ്റെ മുഴുവൻ എതിർ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ മട്ടിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ വാർത്തയിലൂടെ ഇപ്പോൾ ഒരിക്കലും കൊടുക്കില്ല എന്ന് പറഞ്ഞ മോഡലിൽ വാർത്തയിലൂടെ VD സതീശൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഈ വാർത്തയിലൂടെ എഴുതിയ ആൾക്ക് ബോധ്യമുണ്ടാവും. അതായത് എനിക്ക് ഇമാതിരി VIP സുരക്ഷയൊന്നും വേണ്ട എന്ന് പൊതുവേദിയിൽ പറയുകയും രഹസ്യമായി എനിക്ക് എല്ലാ സുരക്ഷയും വേണം, ഞാൻ അങ്ങനെ പോളൂ, വഴി തടയും, മുഖ്യമന്ത്രിയുടെ വഴി തടയും എന്നുള്ള പോലീസിൻ്റെ ഈ കാറ്റഗറി സുരക്ഷ സെഡ് കാറ്റഗറി ആണെന്ന് തോന്നുന്നു. ആ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഇത് രണ്ടും കൂടിയും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് കൺഫ്യൂഷൻ ആവുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെ ഇമേജ് തകർന്നു പോകാതിരിക്കാൻ VD മീഡിയ അതികഠിനമായി പരിശ്രമിക്കുന്ന കാഴ്ചയാണ് മനോരമയുടെ ഈ വാർത്തയിലൂടെ കാണുന്നത്. നിരന്തരം പേജുകൾ നിറയെ ഇമാതിരി വാർത്തകൾ ഇനിയും നിറയും എന്നുള്ള സൂചനകൾ ഈ ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.